ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയകളിലെല്ലാം വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എന്നുവരെ വൺ ഡേ ക്രിക്കറ്റിൽ തുടരും, അല്ലെങ്കിൽ അവർ എന്ന് വിരമിക്കും എന്നുള്ളതാണ്. 2027 വേൾഡ് കപ്പ് കളിക്കണം എന്നാണ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആഗ്രഹം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ അവർ 2027 വേൾഡ് കപ്പ് വരെ ടീമിലുണ്ടാകുമോ? BCCIയുടെ പ്ലാൻ എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും മേലുള്ള BCCIയുടെ പ്ലാൻ എന്താണ് എന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഭീകരമായ ചർച്ചകളാണ്. അതായത് റൂമേഴ്സ് ഇങ്ങനെ എയറിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വരുന്ന ഓസ്ട്രേലിയൻ ഏകദിന പരമ്പര അവരുടെ അവസാന ഏകദിനങ്ങളാകും എന്നൊക്കെ കുറേ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിലവിൽ 2020 നിന്നും ടെസ്റ്റിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിൽ എന്നുവരെ തുടരും, അല്ലെങ്കിൽ 2027 വേൾഡ് കപ്പ് വരെ അവർ തുടരുമോ എന്നുള്ളതിനെല്ലാം ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ അത് അവരുടെ തന്നെ ഡിസിഷനാണ്, അവർ തന്നെ തീരുമാനിക്കണം എന്നാണ് ഇപ്പോൾ BCCI വൈസ് പ്രസിഡൻ്റായ രാജീവ് ശുക്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വെറുതെ ഊഹാപോഹങ്ങൾ ചമച്ചിട്ട് കാര്യമില്ല. BCCIയുടെ ഭാഗത്ത് നിന്നും, BCCI ഒഫീഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു താരത്തിൻ്റെ മുകളിലും പ്രഷർ ചെലുത്തില്ല, വിരമിക്കാൻ വേണ്ടി പ്രഷർ ചെലുത്തില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും 2020 നിന്നും മാത്രമാണ് വിരമിച്ചിരിക്കുന്നതെന്നും ഓഡിയിൽ അവർ ഇപ്പോൾ സജീവ ക്രിക്കറ്റിൽ ഇപ്പോഴും അവർ ഉണ്ട് എന്നുമാണ്. ഇന്ത്യയുടെ ODI ക്രിക്കറ്റിൻ്റെ ഭാഗമാണ് രണ്ടുപേരും ഇപ്പോഴും. അതുകൊണ്ട് വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയിലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൻ്റെ ഭാഗമായിരിക്കും. പിന്നീട് അവർക്ക് തന്നെ തീരുമാനിക്കാം, അവരുടെ തന്നെ ഇഷ്ടമാണ് എന്ന് വിരമിക്കണം എന്നുള്ളത്. ഈ കഴിഞ്ഞ രണ്ട് ഫോർമാറ്റിലും, അതായത് 2020 ടെസ്റ്റിൽ നിന്നും വിരമിച്ചതും ഒരാളുടെയും പ്രേരണയോ പ്രഷറോ ഇല്ലാതെയാണ് രണ്ടുപേരും വിരമിച്ചത്. 2020 വേൾഡ് കപ്പ് നേടി ഉടൻ തന്നെ രണ്ടുപേരും അതിൽ നിന്ന് വിരമിച്ചു, ടെസ്റ്റിൽ നിന്നും വിരമിച്ചു. ഇനി എന്തായാലും ODI ക്രിക്കറ്റിൽ രണ്ടുപേർക്കും തീരുമാനിക്കാം അവർ എന്ന് വരെ തുടരും, അല്ലെങ്കിൽ അവർ എന്നാണ് വിരമിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനാണ്. അവരെ ഒരിക്കലും BCCI പ്രഷർ ചെയ്യില്ല എന്ന് തന്നെയാണ് രാജീവ് ശുക്ല കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാജീവ് ശുക്ലയുടെ ഈ പ്രസ്താവനയോടുകൂടി എന്തായാലും തുടർന്നും രണ്ടുപേരുടെയും ബാറ്റിംഗ് പെർഫോമൻസുകൾ, അല്ലെങ്കിൽ ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ നമ്മൾക്ക് വരും ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയിലും കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, എന്തായാലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മികച്ച ബാറ്റിംഗ് പെർഫോമൻസുകൾ കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബൈ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.